ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഇൻഫിനിറ്റ് പെയിൻറ്ററിലൂടെ നമുക്ക് എങ്ങനെ നന്നായിട്ട് എഴുതാമെന്ന് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു പേജ് തെളിഞ്ഞു വരും. അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞ് മുകളിൽ ഒരു നീല കളറിൽ ഒരു ഓപ്ഷൻ കാണും. ആ ക്രിയേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള പെൻസിൽ ഒരു ബ്ലാങ്ക് ഷീറ്റ് വരും. അതിൽ നമുക്ക് എഴുതണമെങ്കിൽ നമുക്ക് പെൻസിലോ പേനയോ അതുപോലെ തന്നെ മാർക്കറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിഷ്ടമുള്ളൊരു പെന്നുണ്ട് എനിക്ക്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അതിന് തൊട്ടിപ്പുറത്തായിട്ട് നമുക്കൊരു കളറിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഞാനിപ്പോൾ എഴുതുന്നത് റെഡ് കളർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ എഴുതാം. അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് റെഡാണ്. അപ്പോൾ നമുക്ക് റെഡ് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള വേർഡ്സ് എഴുതാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് അമ്പലം എന്നുള്ളൊരു വേർഡാണ് എഴുതുന്നത്. അപ്പോൾ അമ്പലം എന്ന് വേർഡ് എഴുതിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കളറും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മഞ്ഞയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കിതിനെ സൂം ചെയ്യുക. സൂം ചെയ്തതിന് ശേഷം അതിൻ്റെ ഓരോ കർവിലും നമുക്കൊരു ഡിസൈൻ പോലെ ഈ യെല്ലോ വെച്ചിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ, അപ്പം എങ്ങാനും ഇത് തെറ്റിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ബാക്ക് അടിക്കാനുള്ള ഓപ്ഷൻസും താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു ആരോ കാണുന്നുണ്ട്, അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് സൂം ചെയ്തതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ കണ്ടോണം, ഞാൻ തെറ്റിപ്പോയപ്പോൾ കണ്ടോ അൺഡു എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ താഴെ, അതിൽ ഞെക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പൊക്കോളും. അതിനുശേഷം നമുക്ക് പുതിയത് എഴുതാവുന്നതാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള പ്രോസസ്സ്. അപ്പം ഇത്രയും ഈ പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അതിനുശേഷം ഇത്രയാണ് എഴുത്തിൻ്റെ പ്രോസസ്സ്. ഇനി അതിനെ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ മുകളിലുള്ള 3 കുത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ എക്സ്പോർട്ട് എന്ന ഓപ്ഷൻ വരും. അതിൽ നമ്മൾ PNG ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് വീഡിയോസിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലോട്ട് ഈ പിക്ചർ വരുന്നതായിരിക്കും. അപ്പം ഞാൻ CapCutലാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ CapCut എടുത്തതിന് ശേഷം നമുക്ക് ഏത് വീഡിയോയിലാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് താഴെ ഒരു ഓവർലേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്, കണ്ടോ. അതിൽ ആഡ് ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലോട്ടാണ് പോകുന്നത്. അതിൽ അമ്പലം എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോയിൽ എത്ര നേരം ഇത് എഴുതി കാണിക്കണം എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഫുള്ളാണ് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈസ്, അതിൻ്റെ അമ്പലം എന്ന് എഴുതിയിരിക്കുന്ന സൈസ് എങ്ങനെ വേണോ അതോ അത് നമുക്ക് ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ അതുപോലെ നമുക്ക് ചെയ്യാം. സൈസ് വലുതാക്കണോ, ക്രോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യണോ, എന്ത് വേണമെങ്കിലും രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്ത് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ ഇതുപോലെ വേർഡ്സ് അപ്ലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.